ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന രണ്ട് കോഴ്സുകൾ BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി ആൻഡ് BSc ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി. ഈ രണ്ട് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അധികം ആരും തന്നെ ഈ കോഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവണമെന്നുമില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെപ്പറ്റി വലിയ ധാരണയും ഉണ്ടാവില്ല. ഒരു ഹോസ്പിറ്റലിന്റെ മുഖഭാവം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ആണ്. അല്ലെങ്കിൽ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊരു ഹോസ്പിറ്റലില് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസിലോ ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലെ കൊള്ളാവുന്ന ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ ആ വ്യക്തികൾ മാത്രം ജോലി ചെയ്താൽ മതി എന്ന നിയമം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിരന്തരം കാണുന്ന ആക്സിഡന്റ് കേസുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കോഴ്സിന്റെ ജോലി സാധ്യത എന്താണെന്നുള്ളത്. നമ്മൾ എങ്ങനെയുള്ള ഒരു കോളേജിൽ ഇത് പഠിക്കണം? നമ്മൾ ഈ കോഴ്സ് പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസസും എമർജൻസി കേസസും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. അവിടാണ് നമ്മുടെ SPC ഹോസ്പിറ്റൽ വേറിട്ട് നിൽക്കുന്നത്. 65 വർഷത്തെ പ്രവൃത്തി പാരമ്പര്യമുള്ള നമ്മുടെ SPC ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് സേലം ഹൈവേയിലാണ്. നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ സേലത്തെ തന്നെ ആദ്യത്തെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് SPC കോളേജിന്റെ ഹോസ്പിറ്റൽ. ഏകദേശം 350 ബെഡിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. NABHും NABL അക്രഡിറ്റേഷനും നമ്മുടെ ഈ ഹോസ്പിറ്റലുണ്ട്. കൂടാതെ തന്നെ 60,000 മുകളിൽ സർജറി ചെയ്ത ഈ ഹോസ്പിറ്റലാണ് കുട്ടികൾക്കുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് പ്രാക്ടീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഗോയിങ് ഓൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ്, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം.